അവളെ എനിക്കറിയാം. അവൾ ഇനിയും ഒപ്പിട്ടില്ലെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിക്കുന്ന അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും ആപത്ത് വരുന്നത് അവൾക്ക് സഹിക്കില്ല. അതുകൊണ്ട് തന്നെ അവൾ ഒപ്പിടുക്കവനെ. മുരളി, ഓ എന്താ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ഞാനങ്ങനെ കള്ളൊന്നും പറയാറില്ലല്ലോ. നീ എന്റെ മുഖത്ത് നോക്കടാ. എന്താ നീ നന്ദനായിട്ട് തർക്കോ പിണക്കമുണ്ടായോ? അമ്മ ഇത് എന്തൊക്കെയായി ചോദിക്കുന്ന? നന്ദനുമായിട്ട് തർക്കോ? ഗൗരി, അമ്മ ചോദിക്കുന്ന കേട്ടില്ലേ? നീ ചിരിച്ചങ്ങനെ കാര്യങ്ങൾ മറക്കണ്ട. ഗൗരി പറയട്ടെ, അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് പറയടി. മുരളി, നീ എന്നോട് ഒന്നും ഒളിക്കാൻ നിൽക്കണ്ട. സത്യം പറഞ്ഞേ പറ്റൂ. അമ്മ പറഞ്ഞൊക്കെ സത്യം. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായി. അവന്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ചെറിയൊരു ഇഷ്യൂ. ആരുടെ കാര്യമായാലും ശരി, നന്ദമോനായിട്ട് പിണങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. തർക്കം ബഹളമൊക്കെ ആയിക്കോ, പക്ഷെ പിണങ്ങാനോ വഴക്കിടാനോ പോയാൽ ശരിയാവില്ല. ലോകത്തിൽ ആരോട് വേണേ അകന്നിരുന്നോ, എന്നോട് വേണേ മിണ്ടാതിരുന്നോ, പക്ഷെ നന്ദമോനായിട്ട് പിണങ്ങരുത്. നിങ്ങളുടെ ബന്ധം അത്രയ്ക്ക് സന്തോഷമുള്ളതാ. നിനക്ക് മാത്രമല്ല, കാണുന്നവർക്കൊക്കെ തെളിച്ചാ നിങ്ങളുടെ അടുപ്പം. സാമ്പത്തിക വ്യത്യാസം നോക്കാതെയുള്ള അടുപ്പവും സ്വാതന്ത്ര്യമാ. ചന്ദ്രോത്തില്ലാത്ത സ്വാതന്ത്ര്യ നന്ദൻ ഇവിടെ. നിനക്ക് തിരിച്ചു. അമ്മ, മുരളേട്ടനും നന്ദനും തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കോ? നീ ഇതിൽ ഇടപെടണ്ട. സൗന്ദര്യപ്പിണക്കൊക്കെ അതെ ഇവളോട് പറഞ്ഞാ മതി. ഞാൻ അവിടുത്തെ അടുക്കളക്കാരിയാ, പക്ഷെ എല്ലാവരും അവിടുത്തെ അംഗമായിട്ട് എന്നെ കരുതുന്നേ. നമുക്കൊരിക്കലും ആ വീടിനുള്ള കടപ്പാട് മറക്കാൻ പറ്റില്ല. എല്ലാം കൂടി വെച്ചിട്ട് ഞാൻ പറയുന്നതാ, നിങ്ങൾ അകന്നിരിക്കരുത്. അമ്മേ, അതിന് ഞാനല്ല വഴക്കിന് കാരണം ഉണ്ടാക്കിയത്. വഴക്ക് തുടങ്ങാൻ കാരണം ഉണ്ടാക്കിയത് ആരും ആയിക്കോട്ടെ, അത് തീർക്കാൻ നീ തന്നെ മുൻകൈ എടുക്കണം എന്നാ ഞാൻ പറയുന്നത്. ലോകത്തിൽ ആരോട് വേണമെങ്കിൽ അഭിപ്രായ വ്യത്യാസം കാണിച്ചോ. ചന്ദ്രോത്തുകാരുടെ മുന്നില് നമ്മുടെ അഭിമാനം താന്നു കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുക. നന്ദൻ വിവാഹം കഴിച്ചിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നായപ്പോ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദേവിക അയച്ചത് നിന്നോടൊപ്പാ. അതിനപ്പുറം ഒരു വിശ്വാസം ഏത് കൂട്ടുകാരൻ കാണിക്കൂടാ. നിങ്ങൾ തമ്മിൽ ഒരിക്കലും വഞ്ചിക്കില്ല എന്നുള്ളതിന്റെ അർത്ഥമല്ലേ അത്? മുരളി നോക്ക്, നിങ്ങൾ പിണങ്ങരുത്. നിങ്ങളുടെ സ്നേഹം നിലനിർത്താൻ വേണ്ടി ഒന്ന് താന്നു കൊടുത്ത് തോറ്റുപോകുന്ന ഒരു തെറ്റല്ല. മുരളേട്ടാ, അമ്മ പറയുന്നതാ നേര്. ഇന്നലെ ആ നിമിഷത്തെ ഒരു ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷെ ഇന്ന് തന്നെ അത് അവസാനിപ്പിക്കണം. ശരിയമ്മേ, അമ്മ പറഞ്ഞൊക്കെ സത്യം തന്നെ. അമ്മ വിഷമിക്കണ്ട, ഞാൻ നന്ദനെ കാണാം. പിണക്കവും മാറ്റിക്കോളാം, പോരെ? പറഞ്ഞത് കേട്ടില്ലേ? പിണക്കം മാറ്റിക്കോളാന്ന്. ചിരിക്കെന്റെ അമ്മേ. എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? അല്ല, കാണണമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോ നീയും പറഞ്ഞല്ലോ കാണണമെന്ന്.
എന്തൊക്കെയാ പറയാനുണ്ടെന്ന്? നീയല്ലേ ആദ്യം വിളിച്ചത്, നീ എന്നെ പറഞ്ഞാൽ മതി. ആദ്യം വിളിച്ച് ഞാനല്ലേ, അപ്പൊ ആദ്യം പറയേണ്ടത് നീ വേണം. എനിക്കൊന്നും പറയാനില്ല. എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്നാ പിന്നെ ഞാൻ പോയേക്കാം. ഞാനും പോയേക്കാം. എന്താ പോകുന്നില്ലേ? ആ, നീ പോകുന്നില്ലേ? മുരളി, സോറിടാ, ഞാനാകെ ഭ്രാന്ത് കയറി നിൽക്കുകയായിരുന്നു. നിന്നെ തള്ളി മാറ്റി പോവാന്ന് വെച്ചാൽ മുഴുവൻ ഭ്രാന്തായിരുന്നു എന്നർത്ഥം. നീ സോറി ഒന്നും പറയണ്ട. നിന്നെ പോലൊരു നല്ല ഫ്രണ്ടിന്റെ മനസ്സ് കാണാൻ പറ്റാത്ത ഞാനാ കുറ്റക്കാരൻ. KK ഗ്രൂപ്പിന്റെ പ്ലാന്റിന്റെ കാര്യം പറയണ്ടെന്ന് നീ ഒരാവർത്തി പറഞ്ഞു. നിന്റെ മനസ്സ് പതറി നിൽക്കുകയാണെന്നും ആ സമയത്ത് നിനക്കല്പം ആശ്വാസമാണ് വേണ്ടതെന്നും ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ഞാൻ ചുമ്മാ വെറുതെ ഓവറാക്കി കാരണവന്മാരെ പോലെ പിടിവാശി കാണിച്ചു. നിനക്ക് ദേഷ്യം വരിക സ്വാഭാവിക. നീ എന്നെ പിടിച്ച് തള്ളിയല്ലേ ഉള്ളൂ. ഞാനാണെങ്കിൽ നിന്നെ തല്ലിയനെ. എടാ, മനസ്സങ്ങോട്ട് ശരിയാവുന്നില്ലടാ മുരളി. എന്താടാ പ്രശ്നം? അറിഞ്ഞൂടാ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ നിന്നോട് ഇങ്ങനൊന്നും കാണിക്കത്തില്ല. നീ എന്റെ കാര്യം വിട്. നമ്മൾ ഇന്നും ഇന്നലെയും കണ്ടവരാണോ? നമ്മൾ പിണങ്ങും ഇണങ്ങും. നിന്റെ വിഷമം എന്താ? എന്താടാ? എൻ്റെ ഇപ്പോഴത്തെ വിഷമം എനിക്ക് നിന്നോടൊന്നും പറയാൻ പറ്റുന്നില്ലെന്നുള്ളതാ. സാരമില്ലടാ, ധൃതി വെക്കണ്ട. നിനക്ക് എന്നാണോ വിഷമങ്ങളൊക്കെ മാറുന്നത് അന്ന് പറഞ്ഞാൽ മതി. ഞാനായിട്ട് നിന്നെ നിർബന്ധിക്കുന്നില്ല. അത് മതിയടാ. KK ഗ്രൂപ്പിന് വേണ്ടി ഞാൻ ദേവിയോട് നിർബന്ധം പിടിക്കാൻ പാടില്ലായിരുന്നു. എനിക്കറിയാം. പക്ഷേ ഒന്നുമില്ല. എടാ, നീ അത് വിട്ടേക്ക്. നീ ഒരിക്കലും അഴിമതിക്ക് വേണ്ടി അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. നിനക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയായിരിക്കും. അതിനി അതിന്റെ വഴിക്കങ്ങ് പോട്ടെ. ദേവിയുടെ ജനപിന്തുണ കുറയുമായിരിക്കുമല്ലേ? അതൊക്കെ നിനക്ക് തന്നെ ഊഹിക്കാമല്ലോ. എന്താ, നമുക്കിടയിൽ ഇനി അതൊരു വിഷയമാവണ്ട. നമുക്ക് നമ്മളെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും ദേവി സർട്ടിഫിക്കറ്റ് കൊടുത്തതോടെ എൻ്റെ ഒരു ഭാരം മാറി. ചെറിയൊരു സമാധാനം കിട്ടി. പക്ഷെ എനിക്കറിയാം, എനിക്ക് സമാധാനം കിട്ടിയപ്പോൾ ദേവിയുടെ സമാധാനം പോയി. എടാ, നിനക്ക് സന്തോഷം വരിക എന്നുള്ളത് ദേവികയുടെ ആഗ്രഹം. നിനക്ക് സന്തോഷം കിട്ടിയല്ലോ, അത് മതി. നീ വന്നേ, നമുക്കൊരു ജ്യൂസ് കുടിക്കാം. വാ. പറഞ്ഞത് കൃത്യമായിട്ടുണ്ടല്ലോ അല്ലേ?
എന്നെ 100% വിശ്വസിക്കാം. എനിക്കാരെ 1% പോലും വിശ്വാസം ഇല്ലെന്നേ. ഛോ, ഈ കൊച്ചിന്റെ ഒരു കാര്യം. എന്തായാലും ഇപ്പൊ ഞാൻ എണ്ണി നോക്കുന്നില്ല. അല്ല, ഇത്ര എണ്ണ എടുക്കാൻ എളുപ്പമല്ല. ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയതാ എന്റെ ഈ പ്ലാന്റിനുള്ള അനുവാദം. അതിപ്പോ വളരെ ഈസി ആയിട്ടല്ലേ ഈസി ബെല്ല നേടിത്തന്നത്. എങ്ങനെ ഈസി ആയിട്ട് നേടിത്തന്നോ? ഇതിന്റെ പുറകിലുള്ള അധ്വാനം അറിയാത്തോണ്ടാ ഈ പറയുന്നത്. നന്നായിട്ട് വേർത്തുണ്ടാക്കിയ സർട്ടിഫിക്കറ്റ് സാറിന്റെ കൈ ഇരിക്കുന്ന. ആ ശരി. അപ്പോഴേ പ്ലാന്റിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഇറങ്ങണം. പ്ലാന്റിനെതിരെ സമരവും പ്രക്ഷോഭമൊക്കെ വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. അത് ഒതുക്കേണ്ടത് എന്റെ പണിയല്ല, സാറ് സ്വയമായിട്ട് ആയിക്കോണം. അതിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. പ്ലാന്റിനെതിരെ സമരം ചെയ്യാൻ ഞാൻ തന്നെ കുറച്ച് ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട്. സാറിനെതിരെ സമരം ചെയ്യാൻ സാറ് തന്നെ ആളെ ഇറക്കിയെന്നോ? അതെ, പുതിയൊരു പരിസ്ഥിതി സംഘടന. ആ സമരം കലാപം. അവസാനം എന്റെ സമരക്കാരി എന്റെ കമ്പനിയിലെ ഒരു സ്റ്റാഫിനെ അടിച്ചു വീഴ്ത്തും, ചിലപ്പോ കൊന്നെന്നും വരും. അതോടെ എല്ലാ സമരങ്ങളും അവസാനിക്കും. സാറ് ആള് ഞാൻ കരുതിയതിനേക്കാൾ ഭയങ്കരനാണല്ലോ. ഒരു കാര്യമുണ്ട്, ഈ ബുദ്ധി കൊണ്ട് എന്നെ ഒതുക്കാൻ നിൽക്കരുത്. ഞാൻ അത്ര പെട്ടെന്നൊന്നും ചാവില്ല. അത് പിന്നെ എനിക്കറിയില്ലേ. എന്തായാലും ഈ സിബിലെ സന്തോഷത്തോടെ പൊക്കോ. പ്ലാന്റിന്റെ പ്രവർത്തനം തുടങ്ങുമ്പോഴേ ഞാൻ അറിയിക്കാം. അപ്പൊ ഓക്കെ മിസ്റ്റർ കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഇസബെല്ല, താങ്ക് യു. മുഴുവൻ തുകയുണ്ടെന്ന് ഞാൻ എണ്ണി നോക്കും. ഇല്ലെങ്കിലേ സാറിന്റെ പ്ലാന്റിന്റെ പ്ലഗ് ഞാനിങ്ങി ഊരും. ശരി, ആയിക്കോട്ടെ. എന്നാ ചെല്ലട്ടെ, പൊക്കട്ടെ. ആ ഗിരീഷോ, എന്താ രജനി മോള് വന്നില്ലേ? സാറ് ദേവികയുടെ എന്താ ഗിരീഷ്? സാർ ഇവിടെ ഉണ്ടോ? ഉണ്ട്. എന്താ ഒരു ടെൻഷൻ പോലെ? കാര്യം എന്താ? കാര്യമുണ്ട്, അത് സാറിനോടാ പറയാനുള്ളത്. സിദ്ധുവിനോട് പറഞ്ഞോ? പക്ഷെ ഞാനും കൂടി അറിയുന്നതിൽ വിരോധമുണ്ടോ? മാഡം, ആ കെ നായരുടെ പ്ലാന്റിന് ദേവിക്ക് അനുമതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. സാറിന്റെ ഉപദേശം ഇല്ലാതെ ദേവിക ഒന്നും ചെയ്യില്ല. ഇതും സാർ ഇടപെട്ട് കാണും. സിദ്ധു അങ്ങനെ MLA കാര്യത്തിലൊന്നും ഇടപെടുന്ന ആളല്ല. ഇക്കാര്യമൊന്നും സിദ്ധുവിനോട് സംസാരിക്കല്ലേ ഗിരീഷേ? അതെന്താ? ഇത് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഗിരീഷ് എപ്പോ വന്നു? സാർ, ദേവികയുടെ ഏത് ഫയലും സാറിന്റെ അംഗീകാരത്തോടെ മാത്രമല്ല ഒപ്പിടൂ. അങ്ങനെയൊന്നും ആവണമെന്നില്ല. MLA ആയി കയറിയപ്പോ ഫയലൊക്കെ നോക്കാൻ ഞാനും സഹായിച്ചിരുന്നു. എന്നാൽ ഇപ്പൊ അത്ര പ്രധാനപ്പെട്ട ഫയലുകളെ നോക്കാറുള്ളൂ. കെ നായരുടെ പ്ലാന്റിനെ സംബന്ധിച്ചുള്ള ഫയല് അത്ര പ്രധാനപ്പെട്ടതല്ലേ? ആ ഫയൽ സാർ കണ്ടിട്ടില്ലേ? എന്താ പ്രശ്നം? എന്താ ഗിരീഷ്, അത് പറയും. ഞാൻ പറഞ്ഞിട്ടേ സാർ അത് അറിയൂ അല്ലേ? എന്തിനാ സർ എന്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നത്? അഭിനയോ? ഗിരീഷേ, ഒരു തർക്കമൊന്നും വേണ്ട പ്ലീസ്. ഞാൻ തർക്കിക്കുന്നതല്ല മാഡം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താന്ന് വെച്ചാൽ ഗിരീഷ് വ്യക്തമായിട്ട് പറ. കെ നായരുടെ പ്ലാന്റിന് അനുമതി കൊടുക്കാൻ സാറാണോ ദേവികയെ പ്രേരിപ്പിച്ചത്? കെ നായരുടെ പ്ലാന്റിന് അനുമതി കൊടുത്തുണ്ടോ? ആര്? ഗിരീഷ് എന്താ സ്വപ്നം കാണുകയാണോ? എല്ലാം സ്വപ്നമായിരുന്നെങ്കിലെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ സ്വപ്നമല്ല, സത്യമാ. ദേവിക കെ ഗ്രൂപ്പിന് പ്ലാന്റ് ആരംഭിക്കാനുള്ള ഫയൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ഗിരീഷിനെ ആരോ പറ്റിച്ചതാ. നോക്ക്,
അനുമതി രേഖയിൽ MLA ഒപ്പിട്ടതിന്റെ കോപ്പി. ഇത് സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ടേ മണിക്കൂർ 1 കഴിഞ്ഞു. ഇതിപ്പോ സാർ അറിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, എനിക്കൊന്നും. അങ്ങനെയെങ്കിൽ ദേവിക സ്വന്തം ഇഷ്ടപ്രകാരം ഒപ്പിട്ടതാണോ? അതോ മറ്റാരെങ്കിലും ഇതിന്റെ പുറകിലുണ്ടോ? ദേവികയുടെ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ പ്ലാന്റിന്റെ പെർമിഷൻ സാങ്ഷനായിരിക്കുന്നു. ഇനി ഈ ഫയൽ ദേവികയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടതാണ്. MLAയുടെ വിഷമം എനിക്ക് നന്നായിട്ട് അറിയാം. ദേവിക, ആദർശം നല്ലതാണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ പലപ്പോഴും വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ദേവിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പ്രതിപക്ഷം ദേവികയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമണം അഴിച്ചുവിടുന്നെന്ന് ഭയക്കണ്ട. നമ്മുടെ പാർട്ടിയിലെ സൈബർ വിങ്ങും അലർട്ടായിരിക്കും. നമ്മുടെ സംസ്ഥാനം കണ്ട ഏറ്റവും മഹത്തായ സംരംഭം എന്ന നിലയ്ക്ക് നമ്മുടെ അണികൾ വീഡിയോയും പോസ്റ്ററും ഒക്കെ പോസ്റ്റ് ചെയ്യും. 8 മണിക്കുള്ള ചാനൽ ചർച്ചകളിൽ VDFന്റെ നേട്ടമായി ഇത് ഉയർത്തിക്കാട്ടും. വിളപ്പിൻകോടുള്ള നമ്മുടെ ആൾക്കാർ MLAക്ക് അനുമോദനങ്ങളുമായി വരും. അവരുടെ പ്രദേശത്ത് ഒരു വ്യവസായ സംരംഭം ആരംഭിച്ചതിന് മറ്റ് സംസ്ഥാനങ്ങളുടെ ഇത്തരം പ്ലാന്റുകളുടെ ഫോട്ടോസ് നമ്മൾ പോസ്റ്റ് ചെയ്യും. ഒരു കാര്യം കൂടി പാർട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ദേവികയ്ക്ക് ദേശീയ തലത്തിൽ ഒരു പുരസ്കാരം കൂടെ ഒപ്പിക്കാൻ. വേസ്റ്റ് മാനേജ്മെന്റ് ദീർഘവീക്ഷണത്തോടെ നടത്തിയ ജനപ്രതിനിധി എന്ന നിലയ്ക്ക്. ദേവിക, ഇത്രയും പറഞ്ഞിട്ട് എന്താ ഒരു ഉത്സാഹമില്ലായിരിക്കുന്നത്? എനിക്കൊരു പുരസ്കാരം കിട്ടിക്കഴിഞ്ഞു സർ. വഞ്ചകിന്നുള്ള പുരസ്കാരം. എന്റെ മനസാക്ഷിയാ ആ പുരസ്കാരം എനിക്ക് തന്നത്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാ ഞാൻ MLA ആയത്. ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു. ഇപ്പൊ മനസ്സിലായി, ഒക്കെ സ്വപ്നമായിട്ടിരിക്കേയുള്ളൂ. ആര് പറഞ്ഞു? ദേവിയെ പോലെ മിടുക്കിയായ ഒരു MLAക്ക് പലതും ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാം ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നം. ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് സമൂഹത്തിന് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യുന്നു. ഞാനും എൻ്റെ വകുപ്പിൽ ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ 80 എണ്ണം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ 20 എണ്ണം പാർട്ടിക്ക് വേണ്ടി ചെയ്യണം. പാർട്ടി ഉണ്ടെങ്കിലേ മന്ത്രിയും MLA ഉള്ളൂ. പാർട്ടിക്ക് നല്ല ഫണ്ട് വേണം. അതിന് ചിലത് നമ്മൾ കണ്ണടച്ചു കൊടുത്തേ പറ്റൂ. ആദർശ രാഷ്ട്രീയത്തിനും പ്രായോഗിക രാഷ്ട്രീയത്തിനും ഇടയിൽ കുറച്ച് അകലമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സിദ്ധാർത്ഥൻ എങ്ങനെയാണ് ദേവികയെ നേരിടാൻ പോകുന്നതെന്ന് ഭയമുണ്ടോ? ഒരു ഭയവും വേണ്ട. സിദ്ധാർത്ഥനെ പാർട്ടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ദേവിക വൈകാതെ സംസ്ഥാനത്തിന്റെ വികസന നായികയാവും. നോക്കിക്കോ. അപ്പോ ദേവിക സന്തോഷമായി പൊക്കോളൂ. RK ഗ്രൂപ്പിന്റെ ഒരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ 10 മിനിറ്റ് ലേറ്റായി.
ഞാൻ ഇറങ്ങാ സർ. ഉം. എനിക്കിപ്പോ MLA എന്ന പദവിയോടും എന്റെ പാർട്ടിയുടെ മന്ത്രിയായ അങ്ങയോടും നമ്മുടെ സർക്കാരിനോടും ഒക്കെ പുച്ഛം തോന്നുക. നാടിന് കൊള്ളരുതായ്മകൾ ചെയ്യാൻ കോലം കെട്ടി ഇറങ്ങുന്നവരായി പോയല്ലോ നമ്മൾ രാഷ്ട്രീയക്കാർ. ദേവി എന്തായി പറയണേ? സോറി സർ.